ഉള്ള ഒരു പോട്ടാണ്. കാരണം ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. തുടച്ചെടുക്കാൻ ഭയങ്കര സുഖം. അപ്പൊ ഞാൻ ഒരു 15 പോട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഓർഡർ ചെയ്ത പൈസക്കുള്ള ക്വാളിറ്റി ഉള്ളൂ, വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. പക്ഷെ അറ്റ ടൈം നമുക്കൊരു 15 പോട്ട് കിട്ടുകയാണല്ലോ. പിന്നെ നമ്മൾ ഇതിൽ നടന്നില്ല, ഇതിലൊരു ഇന്നർ വെച്ചിട്ട് ഇന്നറാണല്ലോ നടുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. ഇതിൽ ഞാൻ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഇതിലിപ്പം 10 രൂപയ്ക്ക് നമുക്ക് എല്ലാ നഴ്സറികളിലും കിട്ടും. നമുക്ക് ചെറിയൊരു പോട്ട് കിട്ടും ബ്ലാക്ക് കളറിലുള്ള. അതിന് നമ്മൾ നട്ടിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പം ഇതിൽ എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്കിത് കിച്ചൺ ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ബെഡ്റൂമിലോ ഹാളുകളിലോ ബാൽക്കണിയിലോ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. 15 എണ്ണാണുള്ളത്. നമ്മുടെ എണ്ണ ആണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഇത്രയാണ് പോട്ട്സ് വരുന്നത്, ആണെന്നില്ലേ? ഇത്രയും പോട്ട്സ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈസേ വരുന്നുള്ളൂ കേട്ടോ. ശരിക്കുള്ള സൈസ് ഇതാണ്. ഈ ഒരു സൈസേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് സൈസ് നമുക്ക് വീഡിയോയിൽ പറയുമ്പോൾ ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എക്സാക്ട്ലി നമുക്ക് സൈസ് മനസ്സിലാവണമല്ലോ. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഒരു വൈറ്റ് ഇന്നർ. ഇത്ര വരുന്നുള്ളൂ കേട്ടോ സൈസ്. ഇത്ര വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല ക്യൂട്ടാണ് കേട്ടോ. നമുക്ക് ഇതിൽ സ്പൈഡർ പ്ലാന്റ് അതുപോലത്തെ കുഞ്ഞു 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 പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ നല്ലതാ. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വലിയ പോട്ടിൽ കൊണ്ടുപോയി നടരുത്. കാരണം ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആകെ ഒരു കുഞ്ഞു സാധനമായിരിക്കും നമ്മൾ കുഴിച്ചിടുന്നുണ്ടാവുക. അതിലാണെങ്കിൽ അങ്ങനെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് ഓൾറെഡി. കാരണം സോയിലും വാട്ടറും ഒക്കെ കൂടുതലല്ലേ. അപ്പൊ നമ്മൾ പിരിച്ചു കുഴിച്ചിടുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല ഓപ്ഷനാണിത്. പിന്നെ ചിലർ ഇതിൽ ഡയറക്റ്റ് മണ്ണ് നിറച്ചിട്ട് നടും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇത് ഇങ്ങനെ ഹോൾസ് ഒന്നും ഇല്ലാതെ വരുന്നത് തന്നെ ഔട്ടറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള പർപ്പസ് അങ്ങനെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കി ഇതിൽ നമ്മൾ നടുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം വൈറ്റ് ആയത് കാരണം ചെളി പിടിക്കും, അത് ഭംഗി പോയി പോവും. നമ്മൾ പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പം ഇതുപോലെ ഇതൊരു ഇന്നറാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തത് നമ്മുടെ വലിയ ബോട്ടിൻ്റെതാണ്. ഇത്രയും വലിപ്പമുള്ളതാണ്. അപ്പം ഇതുപോലെ ഒരു നമ്മൾ ചെറിയ ഇന്നർ കിട്ടും. ചെറിയ ഇന്നർ മതി ഇതിന്. വളരെ ചെറുതാണല്ലോ ഈ പോട്ട്. അതിൽ നട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അപ്പം ഇതുപോലത്തെ സ്പൈഡർ പ്ലാന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരുപാട് എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് കുഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ആരും ഇത് വലിയൊരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 207 രൂപയ്ക്കാണ് 15 എണ്ണം ഓർഡർ ചെയ്തത്. ഒന്നിനൊരു 13 രൂപയൊക്കെ വെച്ച് കൂട്ടാം. ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിനുള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും ഇതിനില്ല. ഈ ഒരു ക്വാളിറ്റി ഉള്ളൂ. ഇത് നമ്മളിവിടെ നാട്ടിൽ ഓൾറെഡി വാങ്ങിച്ചതാണ്. ഇത് 30 റുപ്പീസ് ആയിരുന്നു. 30 റുപ്പീസ് ആണ് ഇത് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ നമ്മൾ വലിയ പോട്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് 60 70 ഒക്കെയാണ് ഒന്നിന് മാത്രമേ വരാറുള്ളത്. ഇന്നറിന്റെ വേറെയും. അത് പോട്ടിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി അനുസരിച്ചിട്ടുമാണ് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഇത് നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ അതുപോലെ തന്നെ വലുതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് അത് പറഞ്ഞത്. അത്ര വലുതൊന്നുമല്ല, അത് ചെറുതാണ്. പക്ഷെ എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ചെറുത് തന്നെയായിരുന്നു. അത് പൊതുവേ നമ്മൾ ഓൺലൈനിൽ കാണുന്നതിനേക്കാളും ചെറുതാണ് പോട്ടുകൾ വരുമ്പോൾ ഉണ്ടാവാറുള്ളത്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തത് ചെറുതായതുകൊണ്ടും എൻ്റെ പർപ്പസ് ചെറിയ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടും ഞാൻ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കുള്ളൂ കേട്ടോ. ഒരിക്കലും ഈ ഒരു സൈസിലുള്ള ഒരു ഇമേജ് ആണ് അതിൽ പിക്ചറിലുള്ളത്. പക്ഷെ ഒരിക്കലും ഈ ഒരു സൈസിലുള്ള ഫോട്ടോ പ്ലാന്ററോ അല്ല അത്. ഇത് ചെറിയതാണ്. ഈ ഒരു സൈസിലുള്ളതും അല്ല, ഈ ഒരു സൈസിലുള്ളതും അല്ല. ഇതിനേക്കാളും ചെറുതാണ് നമ്മുടെ ആ 15 എണ്ണം വരുന്ന സെറ്റ്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പ്ലാന്ററിന്റെ എന്തെങ്കിലും ഫോട്ടോയോ ഇതിൽ നട്ടിട്ടുള്ള ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അത് ഫോട്ടോ അയച്ചു തരാം.
ഇവിടെ ഞങ്ങളുടെ കലാവിരുതുകളുടെ സ്ഥലമാണ് കേട്ടോ. അത് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന ഹാളല്ല. ഹാളിൽ നിറയെ അയൽ കെട്ടി നമ്മൾ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്റ്റാൻഡ് കൊണ്ടുവച്ച് വീഡിയോ എടുക്കാനും പിന്നെ അത് കാണിക്കാനും പറ്റാത്തൊരവസ്ഥയായത് കാരണം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതാണ് കേട്ടോ പോട്ടിൻ്റെ ആ ഒരു സെറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് ഞാൻ പൊട്ടിച്ച കവറാണിത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റൂമിൽ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്നറിയാം. നമുക്കിതാ ഇതുപോലെ ഇവിടെ നമുക്ക് നന്നായിട്ട് വെളിച്ചം വരുന്നൊരു സ്പേസാണ്. അപ്പം ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് വാങ്ങിച്ചത്. അതിന് ആ ഒരു സൈസ് ധാരാളം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ച പർപ്പസിന് ആ ഒരു സൈസ് മതിയായിരുന്നു എന്നുള്ളത് ഞാൻ അതാ പറഞ്ഞത്. പിന്നെ ഇത് നിധിയുടെ കുറേ ക്രിയേറ്റിവിറ്റീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഇവിടെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല. കുട്ടികൾ വരുന്ന സമയത്ത്, ചേച്ചിയുടെ മക്കൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ മാത്രമേ ഈ റൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ക്യാമറ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ പുതിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ, പുതിയ ട്രൈപോഡാണ് അത്. ആ ട്രൈപോഡിൻ്റെ ബോക്സാണ് ആ കാണുന്നത്. ട്രൈപോഡ് D3W എന്ന് പറഞ്ഞിട്ടുള്ളത് പാൻ ഹെഡ് കാണുന്നതുള്ളത്. നമുക്കിപ്പം ഫോണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കുറവാണ്. അപ്പം നമുക്ക് സോണീൻ്റെയോ അല്ലെങ്കിൽ ഐഫോണോ അങ്ങനത്തെ ക്യാമറകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. നല്ല ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് വാങ്ങിയാൽ മതി. ഇതൊരു 800 ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പം നമുക്ക് നല്ല ഫോണില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു മോട്ടിവേഷനും കൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഡേ. ബൈ, ടേക്ക് കെയർ.